നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചു എന്നാരോപിച്ച് ദലിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പിയുടെ രാജ്യവിരുദ്ധ താൽപര്യങ്ങളാണ് അംബേദ്കർ വിരുദ്ധ പ്രസ്താവനയിലൂടെ പുറത്തുവന്നതെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു. ബി.ആർ. അംബേദ്കറെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭരണഘടന കമ്മിറ്റി രൂപവത്കരിച്ചപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ ബി.ആർ. അംബേദ്കറാണ്. ഒരു ദളിത് സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെ നിയമിതനായ വ്യക്തിയല്ല അംബേദ്കർ. അംബേദ്കർ പഠിച്ചത് ഉന്നത വിദ്യാഭ്യാസമുള്ള അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലും അതുപോലെ ലണ്ടനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിലും ബിരുദാനന്തര ബിരുദമെടുത്ത് ഉന്നത വിദ്യാഭ്യാസമെടുത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ അദ്ദേഹത്തെയാണ് നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള അംബേദ്കറെയാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ചത്. നമുക്കറിയാം 143 കമ്മിറ്റികൾ യോഗം കൂടി അതിനകത്ത് വിശദമായ ചർച്ചകൾ നടത്തി വിപുലമായ യോഗങ്ങൾ ചേർന്നുകൊണ്ട് 143 മീറ്റിംഗുകൾ നടത്തിയാണ് ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കരട് എഴുതിയുണ്ടാക്കിയത്. അത് കഴിഞ്ഞ വിശാലമായ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ ആദ്യത്തെ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ യോഗം കൂടി ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് വീണ്ടും യോഗം ചേർന്ന് അങ്ങനെ ദിവസങ്ങൾ നീണ്ടുനിന്ന മീറ്റിംഗുകളും യോഗങ്ങളും ഒക്കെ നടന്നതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത്. ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് എം.കെ. അമൃതദത്തൻ അധ്യക്ഷത വഹിച്ചു. കെ.ജി. രാധാകൃഷ്ണൻ, എൻ.കെ. അനിൽകുമാർ, പായ്പ്രകൃഷ്ണൻ, കെ.എ. അബ്ദുൽ സലാം, അബ്രഹാം തൃക്കളത്തൂർ, കെ.പി. ജോയ്, കെ. ഭദ്രപ്രസാദ്, റീന സജി, സന്തോഷ് പഞ്ചക്കാട്, സിനിജ സനിൽ, അരുൺ മോഹൻ, രതീഷ് ചങ്ങാലിമറ്റം, എ.കെ. നാരായണൻ എന്നിവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, എ.എം. റോഡ്, പെരുമ്പാവൂർ, പി.ഒ. ജംഗ്ഷൻ, മൂവാറ്റുപുഴ.